ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പറയാൻ വന്നത് നമ്മുടെ ഇലക്ഷനൊക്കെ വരികയാണ്. അപ്പോൾ ഓരോ വോട്ടും വില പിടിച്ചതാണ്. അപ്പോൾ നമ്മുടെ വോട്ട് നമുക്കിപ്പോൾ എന്തായാലും ഇവിടെയാണ്, നമുക്ക് ഇവിടെ നിന്നിട്ട് വോട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ പലർക്കും എങ്ങനെയാണ് EVM മെഷീനിൽ വോട്ട് ചെയ്യാൻ അറിയില്ല. അതായത് വോട്ട് ചെയ്യാൻ അറിയായിരിക്കും, ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. പക്ഷേ അത് നമ്മുടെ വോട്ട് നമ്മൾ ചെയ്ത ആൾക്ക് തന്നെയാണോ എത്തിയിരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്, ഒരു ആനിമേഷനായിട്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എങ്ങനെ നമ്മുടെ വോട്ട് നമ്മൾ ചെയ്ത ആൾക്ക് തന്നെയാണോ രേഖപ്പെടുത്തിയെന്ന് ഉറപ്പ് വരുത്താനുള്ള നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം, നിങ്ങളെല്ലാവരും നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ EVM മെഷീൻ്റെ ഒരു സെറ്റപ്പ് വരിക. അപ്പോൾ ഇതേപോലെ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പേര്, അവൻ്റെ ചിഹ്നം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ ചിഹ്നം നോക്കുക, പേര് നോക്കുക, ടാപ്പ് ചെയ്യുക. ഏതാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ജോഷ് എന്ന് പറഞ്ഞ ആൾക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ചിഹ്നം നോക്കുക, ഓക്കെയാണ്. അതിൽ നേരെ വരുന്ന നമ്മുടെ ബട്ടൺ ഏതാണെന്ന് വെച്ചാൽ അത് അമർത്തുക. അത് അമർത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതാണ് നമ്മുടെ അടുത്ത് തന്നെ VVPATൻ്റെ ഒരു മെഷീൻ ഉണ്ടാവും. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്ത ആളുടെ പേരും ചിഹ്നവും വരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണെന്ന് വിചാരിക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്തത് ആ വോട്ട് ആ സ്ക്രീനിൽ, അതായത് ചെറുതായിട്ട് ആ പ്രിൻറ്റ് വരും. ആ പ്രിൻറ്റ് വരുന്നിടത്ത് വെളിച്ചുണ്ടാവും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വോട്ട് ചെയ്ത ആൾക്ക് തന്നെയാണോ ആ വോട്ട് വീണിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ അവിടെയുള്ള ആൾക്കാരായിട്ടൊന്ന് അറിയിച്ചാൽ മതി. വോട്ട് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ വേറെ ആൾക്കാർ പോകണമെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കുന്ന എന്താണ് നമ്മുടെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്ന എല്ലാവരും ഉണ്ടാവുമല്ലോ, അവരെ അറിയിക്കുക ഞാൻ ചെയ്ത വോട്ട് ഞാൻ ചെയ്ത ആൾക്കല്ല വോട്ട് കൊടുക്കണമെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വില പിടിച്ചൊരു വോട്ടാണ്. നമ്മൾ ആർക്കാണോ ചെയ്യേണ്ടത് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ പല നേതാക്കന്മാരുണ്ട്, പലർക്കും ചെയ്യാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, ആർക്കാണ് എങ്ങനെയാണ് നമ്മൾ വോട്ട് ചെയ്ത ആൾക്ക് തന്നെയാണോ വോട്ട് വീണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ വലിയൊരു ഭാഗമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾ എന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത്, വോട്ട് ഫോർ നേഷൻ നോട്ട് ഫോർ റിലീജിയൻ എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം.